ഒരു വിനാഴിക മാത്രം മനസ്സിൽ ഹസ്തിനപുരം ഭരിച്ച് സ്ഥാനത്യാഗം ചെയ്ത രാജാവ് പിന്നീട് ഇരുട്ടിലും ചിരിച്ചു. മഹാബലർ കരയാൻ പാടില്ലല്ലോ. MTയുടെ രണ്ടാം ഊഴം അന്നേ വരെ ഉപേക്ഷിക്കപ്പെട്ടവനും ഒഴിവാക്കപ്പെട്ടവനുമായ ഭീമന്റെ കഥയാണ്. കടം വീട്ടാൻ പലതും ബാക്കിയിരിക്കെ ആചാര്യനായാലും പിതാമഹനായാലും ഭീമന് ജയിച്ചേ മതിയാവും. മഹാബലവാനെങ്കിലും മന്ദൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവൻ. രണ്ടാം ഊഴത്തിലെ യഥാർത്ഥ നായകൻ ഭീമനായിരുന്നു. വനവാസകാലത്ത് പാണ്ഡവരെ സംരക്ഷിച്ചു പോന്ന ഭീമൻ. യുധിഷ്ഠിരൻ വെച്ചു നീട്ടിയ രാജസിംഹാസനം വേണ്ടെന്ന് വെച്ച ഭീമൻ. ദ്രൗപദിയുടെ മാനം സംരക്ഷിക്കാൻ കീചകനുമായി ഏറ്റുമുട്ടിയത് അർജുനനോ യുധിഷ്ഠിരനോ ആയിരുന്നില്ല, ഭീമനായിരുന്നു. ഒടുവിൽ കാവൽക്കാരോടെല്ലാം പടവെട്ടി ദ്രൗപദിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കല്യാണ സൗഗന്ധിക പൂക്കൾ പറിച്ചെടുത്ത് അവൾക്ക് നേരെ നീട്ടുന്ന രംഗം MT വിവരിക്കുന്നുണ്ട്. ഞാൻ ഒരു പിടി പൂക്കൾ പറിച്ചെടുത്തു. എന്നിട്ട് നകുലന്റെ പരിഹാസഭാവം അവഗണിച്ച് ദ്രൗപദിക്ക് നേരെ നീട്ടി. അവൾ പൊയ്കയുടെ മനോഹരിത ആസ്വദിക്കുമെന്നും എന്തെങ്കിലുമൊക്കെ പറയുമെന്നും ഞാൻ കരുതി. കയ്യിൽ വാങ്ങിയ പൂക്കൾ ഒന്ന് മണപ്പിക്കുക പോലും ചെയ്യാതെ അവൾ യുധിഷ്ഠിരന് നീട്ടി. ശേഷം വഴിക്കൊരിടത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു പിടി സൗഗന്ധിക പൂക്കൾ തണ്ടുകളോടുകൂടി കിടക്കുന്നത് ഞാൻ കണ്ടു. നഷ്ടപ്പെട്ട സൗഗന്ധികങ്ങളെ ഇതിലും മനോഹരമായി എങ്ങനെയാണ് അടയാളപ്പെടുത്താനാവുക?